വലത്തെ കാലിൽ ഈ പെഡലുണ്ടല്ലോ, വലത്തെ അറ്റത്തുള്ളത് ആക്സിലേറ്റർ ആണ്. ഈ ആക്സിലേറ്റർ ബി ബ്രേക്ക്. എന്താന്ന് വെച്ചാൽ ഇതിന് സി എന്ന് പറഞ്ഞ സംഭവമല്ല, അതായത് ക്ലച്ച് ഇല്ല, ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ. ആക്സിലേറ്റർ കൊടുക്കുന്നു, ബ്രേക്ക് ചെയ്യുന്നു, അത്രയും മാത്രത്തിനുള്ളൂ. മറ്റേ മാനുവൽ വണ്ടിക്ക് ക്ലച്ച് ഉണ്ടാവും. അപ്പൊ എ ബി സി വരും. അപ്പൊ ഇതിന് സി ഇല്ല. അപ്പൊ നമുക്ക് വലത്തെ കാലിന് മാത്രമേ ഇതിൽ ജോലിയുള്ളൂ, ആക്സിലേറ്ററും ബ്രേക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ കാല് ഇങ്ങനെ വി ഷേപ്പിലായിരിക്കണം. ഇവിടെ ഇതിനോട് തട്ടാത്ത രീതിയിൽ വി ഷേപ്പിലാക്കി വെക്കണം. വി ഷേപ്പ് മീൻസ് അതായത് നമ്മുടെ കാലിങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു വി ഷേപ്പിൽ വരും കേട്ടോ. ഒരു 120 ഡിഗ്രി ചെരിവിലാണ് ഈ കാല് വെക്കുന്നത്. ഇപ്പൊ കറക്റ്റ് ആണ്, ഇപ്പൊ അളവ് കറക്റ്റ് ആണ്. അതായത് നമ്മുടെ കാല് ഇവിടെ മുട്ടാനും പാടില്ല, ഈ ഡാഷ്ബോർഡിൽ തട്ടാൻ പാടില്ല. എടുത്ത് അങ്ങോട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ബ്രേക്ക് ചെയ്യാനൊക്കെ പറ്റണം. ഓക്കെ, അപ്പൊ ആ അളവിന് അത് വെക്കാവും. അത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മള് ഈ സീറ്റ് ശരിയാക്കി കഴിഞ്ഞാൽ ശേഷം പിന്നെ നമ്മള് അടുത്ത സീറ്റ് ഇതാണ്. ഈ സീറ്റ് കണ്ടില്ലേ, ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗിൽ ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. ഏറ്റവും ടോപ്പിൽ കവർ വരണം, ഏറ്റവും മുകളിലേക്ക് കൈ കണ്ടോ. അപ്പൊ എത്തുന്നില്ല, കണ്ടോ. അപ്പൊ ഇതിന്റെ സൈഡില് റിക്ലൈനർ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്, റിക്ലൈനർ. ആ സൈഡിൽ റൈറ്റ് സൈഡിൽ അത് മേലേക്ക് പിടിച്ചോളൂ, മേലേക്ക് പിടിച്ചോളൂ. കണ്ടോ, ഒരു പ്ലാസ്റ്റിക്കിന്റെ പിടുത്തം കണ്ടില്ലേ, മേലേക്ക് കണ്ടോ. അത് നോക്കി നോക്കൂ, ഇനി കൈ ഇങ്ങനെ ഇട്ട് നോക്കി നോക്കൂ, അങ്ങോട്ട് മേളിലേക്ക് ഇട്ടോളൂ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ അളവ്. ഇങ്ങനെ നമ്മുടെ ഈ ഒരു സാധനത്തിന് പറയും ഹെഡ് റെസിസ്റ്റ് എന്ന് പറയും. ഹെഡ് റെസിസ്റ്റ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കൈ ഇങ്ങനെ മേളിലോട്ട് ഇട്ടാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. തൂങ്ങിക്കിടക്കണം. അപ്പോഴാണ് നമുക്ക് കണ്ടത് നമ്മളിങ്ങനെ കൂളായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റിയറിംഗിന്റെ പൊസിഷൻ കറക്റ്റ് ആണെന്ന് നോക്കണം. സെൻട്രൽ പൊസിഷൻ, ഇതാണ് ഇതിന്റെ സെൻട്രൽ പൊസിഷൻ വരുന്നത് കേട്ടോ. ആഗ്രഹിച്ചേട്ടാ ഇല്ല, ഞാൻ പോടാ കേട്ടോ. അതെ 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 അതെ, മേലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മള് ഇത് ശരിയാക്കിയതിനു ശേഷം മിറർ നോക്കണം. കണ്ടോ, മിറർ ഇങ്ങനെ ഇവിടെ നോക്കുന്ന സമയത്ത് പുറകിലത്തെ ഡോറിന്റെ ഹാൻഡിൽ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഇവിടെ നോക്കുന്ന സമയത്ത് പുറകിലത്തെ ഡോറിന്റെ ഒരു വൈറ്റ് പിടി കണ്ടില്ലേ, അവിടെ നോക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഇല്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്ലാസിന്റെ കണ്ടില്ലേ, പുറത്തൊരു ഗ്ലാസ് കാണുന്നുണ്ടല്ലോ, ഇതിന്റെ പകുതി താഴ്ഭാഗം കാണണം, അതായത് ആ നിലഭാഗം കാണുന്നുണ്ടല്ലേ, കണ്ടില്ലേ, പകുതി സ്കൈ മേൽ ആകാശഭാഗം കാണണം. അതായത് ഈ ഗ്ലാസിന്റെ 60% എന്ത് കാണണം, 40% തറ, 60% സ്കൈയും കാണണം. ഓക്കെ, അങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ചില ആളുകൾ താഴോട്ട് ടയറിന്റെ അവിടേക്ക് വെക്കും. സ്കൈ വണ്ടി മുന്നോട്ട് പോകുമ്പോഴേ കാണുള്ളൂ. ഇപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏറ്റവും ലാസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ എന്ത് വേണം, സീറ്റ് ബെൽറ്റ് അഴിച്ചിരിക്കണം. നമ്മൾ ആദ്യം തന്നെ കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ലാസ്റ്റ് എന്താ ചെയ്യാൻ പാടുള്ളൂ, സീറ്റ് ബെൽറ്റ്. ഏറ്റവും ലാസ്റ്റ് ആണ് സീറ്റ് ബെൽറ്റ്. ഇതിന് പറയുന്ന പേരാണ് DSSMS. ഡോറ്, സീറ്റ്, സ്റ്റിയറിംഗ്, മിറർ, സീറ്റ് ബെൽറ്റ്. ഇതിന് പറയുന്ന പേരാണ് DSSMS. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ DSSMS ചെയ്തു. ഡോറടച്ചു, സീറ്റ്, ഈ സീറ്റ് ശരിയാക്കി, നമ്മുടെ ചാരു സീറ്റ് ശരിയാക്കി. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിയറിംഗ് കറക്റ്റ് ആക്കി വെച്ചു, മിറർ കറക്റ്റ് ആക്കി വെച്ചു. 2 മിറർ നമ്മൾ കണ്ടോ, ഈ മിറർ കണ്ടില്ലേ, കറക്റ്റ് ഭാഗത്ത് ഇങ്ങനെ വെക്കുമ്പോൾ സമയത്ത് ഇത് നമ്മൾ ഏറ്റവും പുറകിലത്തെ ഗ്ലാസ് നല്ല രീതിയിൽ വെക്കും. ഓക്കെ, അപ്പൊ ഇതില് ഫ്രെയിമിനെ പിടിക്കാൻ പാടുള്ളൂ, ഉള്ളിലിങ്ങനെ ഫിംഗർ വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ അത് ശരിയാക്കി വെച്ചു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സീറ്റ് ബെൽറ്റ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആദ്യം ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ എന്താന്ന് വെച്ചെങ്കിൽ, നമ്മൾ ഒരു വാഹനം എടുത്ത് പോകുന്ന സമയത്ത് ഒരു വാഹനത്തിന്റെ കാറിന് 10 ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. കാണാൻ പറ്റാത്ത ഏരിയകൾ 10 എണ്ണം ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, ബ്ലൈൻഡ് സ്പോട്ടിൽ അതിൽ 10 എണ്ണത്തിൽ 6 എണ്ണം നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഹലോ, അതെ പറഞ്ഞോളൂ, അലയൻസ് ആണ്.